മനസ്സിലാകുന്ന നമ്മൾ എഴുതുന്ന കവിതകൾക്ക് 5 വരി 10 വരി 20 വരിക്ക് അപ്പുറം കടന്നു നോക്കുന്ന കവിതകൾ കുറവാണ്. ഇത് 1423 വരികളും വലിപ്പമുള്ളതാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ഇതുവഴി കടന്നു പോകുന്ന നമ്മുടെ ഹൈവേ. നിങ്ങൾക്കത് ഹൈവേ അറിയില്ലേ? ഇപ്പൊ നമ്മുടെ നാഗർകോവിലിൽ നിന്ന് ബോംബെ വരെ പോകുന്ന വലിയൊരു സ്റ്റേറ്റ് ഹൈവേ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പാലങ്ങളൊക്കെ എടുക്കുന്നത്. പാലങ്ങൾ ഇപ്പൊ എന്റെ ഒരു കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് ഈ ഒരു പാലം ഒരു ഗ്രാമത്തിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡിന് വേണ്ടിയിട്ട് ഒരു പാലം എടുത്തുകൊണ്ടിരിക്കുന്നു. പാലത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ ഒരുപാട് നിർധനരായ പട്ടിണി പരിപ്പെട്ടവർ ഒരുപാട് പേര് ജോലിക്ക് വേണ്ടിയിട്ട് പാലം പണിക്കായിട്ട് പോകുന്നു. അപ്പോഴേ ആ പണിക്കായിട്ട് പോകുന്ന ഒരു പെൺകുട്ടി, ഒരു മാറുട്ടി എന്ന പേര്, ഗ്രാമത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മാറുട്ടി എന്ന പേര് പെൺകുട്ടി. ആ പെൺകുട്ടി പണിക്ക് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പണിക്ക് പോയാൽ കിട്ടുന്ന കൂലിക്ക് റേഷൻ അരി കൊണ്ട് കഞ്ഞി കൊടുക്കാം, എൻ്റെ അമ്മക്ക് പച്ചനും മരുന്നിനും അത് ഉപയോഗിക്കാം എന്നുള്ള ചിന്തയിൽ പണിക്ക് പോകുന്നു. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് ജോലി ചെയ്തു. അതായത് കൂലി വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഈ കൂലി കൊടുക്കുന്ന ആളുകളുടെ മോളെ നല്ല തിരക്കില്ലേ, മോള് നാളെ രാവിലെ വന്നു തോന്നി. അങ്ങനെ മെയ് 1 മെയ് 1 ലീവ് ഉണ്ടായിരുന്നു. ഈ കുട്ടി ഈ കൂലി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഈ ഒരു മുതലാളി പിന്നെ അതുകൂടാതെ പിന്നെ ഈ സൂപ്പർവൈസർ മാത്രമേ പണിസ്ഥലത്തുള്ളൂ. അപ്പൊ ഈ പെൺകുട്ടി അതിസുന്ദരിയായ കുട്ടിയാണ്. ഈ കുട്ടി കൂലി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇപ്പൊ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ എന്തായിരിക്കും? സുന്ദരിയായ പെൺകുട്ടി, 2 ആളുകളാണ് ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ നമ്മളെല്ലാ രചനകളിലും വരുന്ന ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഈ കുട്ടിയെ പിന്നെ തള്ളി താഴെയിട്ട് പണ്ടൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്കൊന്നും കേട്ട് കേൾവില്ലാത്തൊരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു 10, 35, 40, 50 കൊല്ലം മുമ്പേ കേരളത്തിൽ ഉണ്ടായ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു പണി നടത്തുമ്പോൾ ഒരു പാലം പണി ആയിക്കോട്ടെ, കെട്ടിടത്തിന്റെ പണി ആയിക്കോട്ടെ, അതിന്റെ തൂണുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നരബലി ചെയ്താൽ മാത്രമേ ഈ തൂണുകൾ ഉറക്കുന്ന അബദ്ധജടിലമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയെ തള്ളി താഴെയിട്ട് അത് സിമെന്റ് വെച്ച് മൂടിയിട്ട് അതിന് ശേഷം മനസ്സിലായില്ലേ? അങ്ങനെ ഈ കുട്ടി മരിച്ചതിന് ശേഷം ആ ഗ്രാമത്തിൽ കൂടി ഒരു വർഷമായിട്ട് ഈ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു സ്ഥലവാസിയുണ്ട്. ആ ഗ്രാമത്തിൽ പണ്ട് ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു നല്ല നിലാവുള്ള രാത്രിയിൽ ഈ ഗ്രാമത്തിൽ ബസ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ കടന്നു പോകുമ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ പാലം കാണുന്നുണ്ട്. ഇദ്ദേഹം കൊണ്ടുവരുന്നതിന് മുമ്പ് കാണാത്ത പാലാണിത്. അപ്പം ഈ ഇദ്ദേഹം എന്തിനാണ് പാലം വഴി പോകുന്നത്? പണ്ടുള്ള ഒരു നാട്ടുവഴിയുണ്ടല്ലോ, ആ നാട്ടുവഴിയിലേക്ക് കൂടി ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ചോദക പുല്ലുകളൊക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോകും. അങ്ങനെ പോയി ഏകദേശം പോകുന്ന വഴിക്ക് മൊത്തം വഴി തെറ്റിയിട്ട് ഇദ്ദേഹം ഒരു കാട്ടിൽ അകപ്പെട്ടു. വഴി മാറിപ്പോയി. പിന്നെ പണ്ട് പോയ വഴിയായിരുന്നു വഴി മാറി ഇദ്ദേഹം ക്ഷീണം വന്ന് അവിടെ ഒരു പാറയുടെ മുകളിൽ ഇരിക്കും. ഇരുന്നിട്ട് നീലനിലാവിനെ നോക്കും. ആ നീലനിലാവിനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നീല നിഴലിൽ ഒരു ആവരണം ഉണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ മുന്നിൽ സുന്ദരിയായ അപ്സരസ്വരൂപിന് പ്രത്യക്ഷയാകുന്നു. മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഞാൻ അയ്യോ യക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അക്ഷികൾ കണ്ടുപിടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ യക്ഷി പിന്നെ ഇദ്ദേഹത്തെ വളരെ ശാന്തമായി തട്ടി പിടിച്ചിട്ട് പറയും, ഞാനൊരു പാവനശീല, ഭയപ്പെടേണ്ട. നിന്റെ കഥകളിലെ യക്ഷികൾ എന്ന് പറയുന്നത് രക്തം കുടിച്ച് അലറുന്ന യക്ഷികളാണ്. ഞങ്ങൾ യക്ഷിമാർ നിങ്ങളെ പോലെയില്ല, നിങ്ങളെ പോലെ ജാതിമത ചിന്തകളില്ല, ഞങ്ങളിൽ പോരാട്ട ബീജം പോലുമില്ല. നിങ്ങൾ ഏറ്റവും നല്ലവരാണ്. പലപ്പോഴും ഞങ്ങളെ പല സ്ത്രീകളെയും പല പെൺകുട്ടികളെയും പലരും നിഷ്ഠൂരന്മാരായ പലരും ദുരുപയോഗം ചെയ്ത് കൊന്നൊടുക്കിയിട്ട് ആ ഭാഗത്ത് ആരും പോകാതിരിക്കാൻ വേണ്ടി പറയുന്ന കെട്ടുകഥകളാണ് ആ ഭാഗത്ത് പോകേണ്ടത് യക്ഷി എന്ന് പറയുന്നത്. അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ യക്ഷിയായ പെൺകുട്ടിയാണ് പറയുന്നത്, നീ വരുന്നവർക്ക് ഒരു പാലം കേട്ടില്ലേ, ഈ പാലത്തിന്റെ പണിക്ക് വന്നൊരു മാണൂട്ടി എന്ന പെൺകുട്ടിയാണ് ഞാൻ. മനസ്സിലാകുന്നില്ലേ? അങ്ങനെ യക്ഷിയുടെ കഥ മുഴുവൻ പറയുന്നു. ഈ യാത്രികന് യക്ഷിയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു. മുഴുവൻ മാനവരാശിക്കും വേണ്ടിയിട്ട് ഇവർ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഈ യക്ഷിയുടെ കാൽക്കലിനോട് ദണ്ഡ നമസ്കാരം ചെയ്യുന്നു, മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തുടർച്ചയായി തൊട്ട മുമ്പിൽ ഒരു വാഴയുടെ ഇലയിലാണെന്ന് ഞാൻ പറഞ്ഞ കഥയെന്താന്ന് മനസ്സിലായോ? അപ്പം ഒരു വാഴയുടെ ഇല നിലാവിലാണെന്ന് കണ്ടപ്പോൾ ഇയാൾക്ക് യക്ഷിയായിട്ട് തോന്നിയതാകാം. മേ ബി ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യക്ഷി വന്നിരിക്കാം. പക്ഷെ വന്നാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഈ ഒരു രൂപം മനസ്സിലാകുന്നത്. അതാണ് അപ്പം വെള്ളാരം കല്ലുകൾ
വെണ്ടിലാവത്തുവൻ വെള്ളിക്കുമിളകളായിരുന്നു കുഞ്ഞിൻ ചെരുവിൽ മുതിരുങ്ങി നടവഴി തന്നിലേക്ക് ആഗതമായിരുന്നു പാതിരാവായിക പാന്ധരാരുമല പാൽപ്പാതയേറി ഒരു പടികൾ നേരമിരവോ ദൂരമോ നോക്കാതെ നടന്നു വരുന്നൊരു കഥയാണ്. അതിൻ്റെ ഇത് പിന്നെ കവിത എഴുതിയിരിക്കുന്നത് കാകളി വൃത്തത്തിലാണ്. കാകളി വൃത്തത്തിന്റെ ലക്ഷണം എന്താണെന്ന് അറിയോ? ഇല്ല, മാത്രേയധ്യക്ഷൻ നിങ്ങൾ പഠിച്ചില്ല, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? മാത്രേയധ്യക്ഷങ്ങൾ പിന്നെ 10ാം ക്ലാസ്സിലെ കേരള സിലബസാണ് അല്ലെങ്കിൽ CBSE ആണോ? ഇപ്പൊ ഇല്ലേ സാറേ പഠിക്കാൻ? പണ്ട് കാലത്തൊക്കെ നമ്മൾ കവിതയുടെ വൃത്തം നോക്കിയിട്ടാണ് എഴുതുക. മാത്രേയധ്യക്ഷന് മുന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്ത് ഈരടിക്ക് ചൊല്ലാം കാവ്യം. കാവ്യ വൃത്തത്തിലാണ് എഴുതിയത്. ഇത്തവണ ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് ബിഡ് ചെയ്തിട്ടുണ്ട്. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കവിതകൾ എഴുതിയിട്ടുണ്ട്, 2 കവിതാ സമാഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഖണ്ഡകാവ്യം കഴിഞ്ഞു, അടുത്ത ഖണ്ഡകാവ്യം അടുത്ത 10ാം തീയതി പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഒരു നോവല് പിന്നെ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാലം കണക്കെടുക്കുമ്പോൾ അതിന് ഓൾറെഡി 7 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് നോവൽ ചെയ്തിട്ടുണ്ട്, പെൻഗിൻ ബുക്സാണ് പബ്ലിഷ് ചെയ്തത്, ഗോഡ് ആൻഡ് ഡീപ് സർവീസ് എന്ന പേര്. ഓക്കെ, പിന്നെ ടൈം റെക്കൺസ് കൊണ്ട് 2ാമത് നോവൽ ചെയ്തു. 2 ഇംഗ്ലീഷ് നോവല്,